ഹലോ, ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി ഞാൻ കുറച്ച് അവിയലും ചിക്കൻ കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും ഉണ്ടാക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അത് റെഡിയാക്കാൻ വേണ്ടി ഞാൻ കഷ്ണങ്ങളെല്ലാം അവിയലിനുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വൃത്തിയായി കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് ചോറിനുള്ളതെല്ലാം വെച്ച് അപ്പോൾ അത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ കറിക്കുള്ള സവാളയും തക്കാളിയും കിഴങ്ങും എല്ലാം അരിഞ്ഞു വെച്ചു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കുത്തിച്ചതച്ച് വെച്ചു. അതിനുശേഷം ഞാൻ തേങ്ങ തിരിങ്ങിയിട്ട് അവിയലിനുള്ള അരപ്പുണ്ടാക്കണമല്ലോ. അതിന് തേങ്ങ തിരിങ്ങി അതിലേക്ക് നല്ല ജീരകമൊക്കെ ഇട്ട് അരപ്പ് റെഡിയാക്കി എടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അതവിടെ വെച്ച് വേകാൻ വേണ്ടി ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാമെന്ന് കരുതി ചിക്കൻ കറിയുടെ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കിഴങ്ങും കൂടി ഇട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഈ മസാലകളെല്ലാം പാനകത്ത് ചൂടാക്കിയാണ് എടുക്കുന്നത്. കുറച്ച് ചിക്കൻ മസാലയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇത്തിരിച്ച് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ സവാള വഴറ്റിയതിനകത്ത് ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഇതിലോട്ടിട്ട് വേപ്പിലയെല്ലാം ഇട്ട് കുത്തിച്ചതച്ച് വെച്ച വെളുത്തുള്ളി എല്ലാം ഇട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനും എടുത്തിട്ട് നന്നായി ഇളക്കി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. പാനകത്തേക്ക് സവാള എല്ലാം വഴറ്റി എടുത്തതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച കോവയ്ക്കയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കോവയ്ക്ക മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. നല്ല വേവുള്ളതല്ലേ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ചോറെല്ലാം വാർത്ത് വെച്ചു. അപ്പോൾ അതിനകത്ത് ഇത്തിരി കൂടെ പച്ചവെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് കോവയ്ക്ക നന്നായിട്ട് മൂടി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണ് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പം ചോറും ചിക്കൻ കറി അവിയലും മെഴുക്കുവരട്ടി എല്ലാമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ബായ്.